റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന ഈ നിയമന തട്ടിപ്പ് അത് നമ്മൾ റിപ്പോർട്ടർ ചാനൽ റീലോഞ്ച് ചെയ്തതിനു ശേഷമുള്ള പ്രധാനപ്പെട്ട പ്രമാദമായ ഒരു വാർത്തയായി മാറുകയായിരുന്നു. ഈ നിയമന തട്ടിപ്പിന്റെ നാൾ വഴികളിൽ നമ്മൾ കണ്ടെത്തിയത് എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നു വീണ വാർത്താ മുഹൂർത്തങ്ങൾ, അതെന്തൊക്കെയാണ് എന്നത് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം ഈ എക്സ്പ്ലൈനറിലൂടെ. 2023 ഓഗസ്റ്റ് 17 നിയമന തട്ടിപ്പ്. ഇങ്ങനെയൊരു നിയമന തട്ടിപ്പ് പരാതിയെക്കുറിച്ച് ആരോഗ്യ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ അഖിൽ മാത്യുവിനെയും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ സജീവനെയും ഹരിദാസന്റെ സുഹൃത്തും മുൻ AISF നേതാവും കേസിലെ പ്രതിയുമായ ബാസിത് സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തി അറിയിക്കുകയാണ്. മുഖ്യമന്ത്രിയും ഇക്കാര്യം സ്ഥിരീകരിച്ചതാണ്. പക്ഷേ തട്ടിപ്പിന്റെ നിജസ്ഥിതി അന്വേഷിക്കാനോ പരാതിക്കാരനെ ബന്ധപ്പെടാനോ അഖിൽ മാത്യുവോ ആരോഗ്യവകുപ്പോ ഈ ദിവസം തയ്യാറായില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. പിന്നീട് പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നടക്കുന്നത് സെപ്റ്റംബറിലാണ്. തൊട്ടടുത്ത മാസം സെപ്റ്റംബർ 4-ാം തീയതി ഇമെയിലായും പരാതി ആരോഗ്യവകുപ്പിന് നൽകുന്നു. അപ്പോഴും പരാതിക്കാരനെ ബന്ധപ്പെടുകയോ പോലീസിനെ അറിയിക്കാനോ ഒന്നും ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല. അതിനുശേഷമാണ് അടുത്ത മൂവിലേക്ക് പോകുന്നത്. സെപ്റ്റംബർ 13 പോസ്റ്റലായുള്ള പരാതി. അതൊരു എഴുതി തയ്യാറാക്കിയ പരാതിയായിരുന്നു. ആരോഗ്യവകുപ്പിന് ആ പരാതിയും ലഭിക്കുന്നു. മന്ത്രിയും ഈ കാര്യം സ്ഥിരീകരിച്ചതാണ്. പക്ഷേ ആരോഗ്യവകുപ്പ് അപ്പോഴും നടപടിയെടുക്കുന്നതിലേക്ക് അനങ്ങുന്നില്ല. പരാതിക്കാരനോട് പോലും വിവരങ്ങൾ ആരായാൻ തയ്യാറാകുന്നില്ല എന്ന് ചുരുക്കം. ആരോഗ്യവകുപ്പിന് ലഭിച്ചെന്ന് ഉറപ്പുള്ള പരാതിയെ അടിസ്ഥാനമാക്കി 2023 സെപ്റ്റംബർ 27-ാം തീയതിയാണ് ഈ വാർത്ത രാവിലെ 10 മണിക്ക് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. വാർത്ത പുറത്തുവിട്ട ആ ദിവസം തന്നെ 2023 സെപ്റ്റംബർ 27 തന്നെ വാർത്തയ്ക്ക് പിന്നാലെ മാധ്യമങ്ങളെ ആരോഗ്യമന്ത്രി കാണുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്ന് പറഞ്ഞത് 23 തന്നെ പോലീസിന് തന്റെ പ്രൈവറ്റ് സെക്രട്ടറി പരാതി കൈമാറി എന്നാണ്. എന്നാൽ അങ്ങനെ ഒരു പരാതി പോലീസിന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി കൈമാറിയില്ല. ഹരിദാസന്റെ പരാതിയും കൈമാറിയില്ല. അഖിൽ മാത്യു നൽകിയ പുതിയ പരാതിയെ അടിസ്ഥാനമാക്കിയായിട്ടാണ് പോലീസ് FIR ഇട്ടത്. സിറ്റി പോലീസ് കമ്മീഷണറും ഇത് സ്ഥിരീകരിച്ചതാണ്. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും CPIM-ന്റെ സംസ്ഥാന സമിതി അംഗവുമായ കെ സജീവനെ വാർത്ത കൊടുക്കുന്നതിന് മുൻപ് റിപ്പോർട്ടർ ബന്ധപ്പെട്ടിരുന്നു. തട്ടിപ്പ് നടന്ന പരാതി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് റിപ്പോർട്ടർ വാർത്ത നൽകിയത്. പക്ഷേ വാർത്ത കൊടുക്കുന്നതിന് മുൻപ് ചോദിച്ചില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാദം. ഇതൊക്കെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഈ FIR ഇടുന്നത്, അതോടൊപ്പം തന്നെ അന്വേഷിച്ചില്ല എന്ന് മന്ത്രി വീണ ജോർജ് പറയുന്നത്. അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട ഇവന്റുകളിലേക്ക് നമ്മൾ വന്നാൽ ഒക്ടോബർ 12 കേസിലെ 1-ാം പ്രതിയായ അഖിൽ സജീവിനെ പോലീസ് തമിഴ്നാട്ടിലെ തേനിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. 10ഓളം കേസുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിലൊക്കെ പ്രതിയായിരുന്നു അഖിൽ സജീവ്. പിന്നീട് തുടരെ അറസ്റ്റുകൾ രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. നല്ലതാണ്. കുറ്റവാളികൾ ഇങ്ങനെ ഒളിവിൽ കഴിയുകയാണെങ്കിൽ അവർ മറനീക്കി വെളിപ്പെടുന്ന സാഹചര്യങ്ങളിൽ അറസ്റ്റുകൾ വേണം. 3-ാം പ്രതി റയീസ്, 4-ാം പ്രതി KP ബാസിദ് എന്നിവരെയും അറസ്റ്റ് ചെയ്യുന്നു. 2-ാം പ്രതി ലെനിൻ രാജ് ഏറെക്കാലം ഒളിവിലായിരുന്നു. ഇതൊക്കെയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന സംഭവ വികാസങ്ങൾ. ലെനിൻ രാജ് കുറേ കാലം ഒളിവിലിരിക്കുന്നു. ഒളിവിനിടയിൽ സംസാരിക്കുന്നത് മാധ്യമങ്ങളിൽ വരുന്നതുമൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതിനുശേഷം മാർച്ച് 1-ാം തീയതി അതീവ നാടകീയമായി ആ അറസ്റ്റും രേഖപ്പെടുത്തുകയാണ്. ലെനിൻ രാജിന്റെ അറസ്റ്റും രേഖപ്പെടുത്തുന്നു. അതിനു മുൻപ് പറയാനുള്ളതൊക്കെ വിവിധ മാധ്യമങ്ങളിലൂടെ ലെനിൻ രാജ് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇതാണ് ഈ സംഭവത്തിന്റെ നാൾവഴി. സംസ്ഥാനത്ത് തന്നെ ഈ ദിവസങ്ങളിലെല്ലാം, അതായത് ഓഗസ്റ്റ് 17 മുതൽ 2024 മാർച്ച് 1-ന്റെ അറസ്റ്റ് വരെ തുടർച്ചയായി ചർച്ച ചെയ്യപ്പെട്ട വാർത്തയായിരുന്നു ആരോഗ്യവകുപ്പിനെ മറയാക്കിയുള്ള നിയമന തട്ടിപ്പ് കേസ്. മലപ്പുറം സ്വദേശി ഹരിദാസൻ കൊമ്മോളി ആരോഗ്യവകുപ്പിന് ഒരു പരാതി നൽകുന്നതിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ സംഭവമെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ആ പരാതിയെ അടിസ്ഥാനമാക്കി നിയമന തട്ടിപ്പ് വാർത്ത റിപ്പോർട്ടർ പുറം ലോകത്തെ അറിയിച്ചു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് നടപടിയെടുക്കാൻ നിർബന്ധിതമായി.